നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര പേർക്ക് 2,07,000 പേർക്ക് മദ്രസയിൽ പഠിപ്പിക്കാനായിട്ട് എത്ര കോടി രൂപ കൊടുക്കുന്നതറിയോ? മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുള്ള കേരളത്തിൽ 2,07,000 പേർക്ക് ഏകദേശം 2,000 കോടി രൂപയോളം ഒരു വർഷം അവിടെ മതം പഠിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. മുൻ DGP സെൻകുമാറുമായി അരുൺകുമാർ നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കേട്ടത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ശ്രദ്ധേയരായിരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളും മുൻപ് കഴിഞ്ഞിരിക്കുന്ന സംഭവത്തെക്കുറിച്ചും രാഷ്ട്രീയപരമായിരിക്കുന്ന സമീപന നിലപാടുകളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു വിചാരണ രീതിയിൽ അതേക്കുറിച്ച് പരാമർശിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് റിപ്പോർട്ടർ ചാനൽ സാധാരണഗതിയിൽ നടത്താറുള്ളത്. അതിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം DGP ആണ്, നമ്മളൊക്കെ ഭരിക്കപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പരാമർശങ്ങൾ ഒരു വർഗീയപരമായിരിക്കുന്ന പരാമർശമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിലും യാതൊരു സന്ദേഹവുമില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2,07,000 പേർക്ക് മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി വർഷാന്തം 2,000 കോടി രൂപ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഏത് സംസ്ഥാനവുമായിട്ട് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള വിവരണം കൂടി തരണം. കേരളത്തിൽ ഏതായാലും അങ്ങനെ സംഭവമില്ല. അപ്പോൾ മദ്രസ അധ്യാപകർക്ക് 2,000 കോടി രൂപ ശമ്പള ഇനത്തിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അതും സത്യവുമായി യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തതാണ്. അത്തരമൊരു കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ BJPയുടെ നേതാക്കന്മാർ പോലും പരാമർശിക്കാത്തതാണ്, പറയാത്തതാണ്. കാരണം വെച്ചാൽ അവർ BJP ആണെങ്കിൽ രാഷ്ട്രീയപരമായ രീതിയിൽ അവരുടെ ഒരു കൃത്യതയും ചില നിലപാടുകളിലൊക്കെ ഒരു വ്യക്തതയും ഉണ്ടാവാറുണ്ട്. കാര്യം വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് അത് തിരിച്ചടിയാകും എന്ന് പേടിച്ചിട്ട് കൊണ്ടെങ്കിലും BJP അത് പറയാതിരിക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹം അങ്ങനെ അല്ല, ആ കാര്യങ്ങൾ ഈ തരത്തിലാണ് പറഞ്ഞത്. ഇങ്ങനൊരു സംഭവം തന്നെ ഇല്ല. മദ്രസയിൽ അധ്യാപകർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശമ്പളം കിട്ടുന്നത്? അതാത് മഹലിലെ അല്ലെങ്കിൽ അതാത് സ്ഥാപനത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വരുന്ന വരുമാനത്തിൻ്റെ വിഹിതമാണ് കൊടുക്കുന്നത്. ചില മദ്രസയിലൊക്കെ ഈ കുട്ടികളെടുത്തുനിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതായത് ക്ഷീണിക്കുന്ന, അതായത് സാമ്പത്തികപരമായി പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മഹലിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ കയ്യിൽ നിന്ന് മാസാന്തം ഇത്ര പൈസ വാങ്ങും. കളക്ഷനായിട്ട് വാങ്ങിക്കൊണ്ട് അത് സ്വരൂപിച്ചുകൊണ്ട് ഉസ്താദുമാർക്ക് ശമ്പളമായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ കമ്മിറ്റി കൊടുക്കും. ഇനി അറബി കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ ആണെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന വരുമാനം ഇവരുടെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ നൽകും. ഈ തരത്തിലുള്ള ഒരു സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. രാജ്യത്തും നിലനിൽക്കുന്ന അങ്ങനെയാണ്. ഏതെങ്കിലും സംസ്ഥാനത്ത് അതായത് സംസ്ഥാനത്തിലെ ഗവൺമെൻറ് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അത്തരമൊരു സംഭവങ്ങളും പുറത്ത് ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ ഇല്ലാത്തൊരു സംഭവങ്ങൾ, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത് ഒരിക്കലും ഉചിതമല്ല. ഉന്നത പോസ്റ്റിൽ നിന്ന് റിട്ടയർഡായി വരുന്ന പല DGPമാരും പല മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരുമെല്ലാം പിന്നീട് അവരുടെ ബാക്കി ശേഷിക്കുന്ന സേവന പ്രവർത്തനങ്ങളെല്ലാം സാമൂഹ്യ മണ്ഡലത്തിലെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിൽ നടത്താറുള്ളത്. അതിൽ മുൻ DGP ആയിരിക്കുന്ന ജേക്കബ് അലക്സാണ്ടറൊക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ തന്നെ തൻ്റേതായിരിക്കുന്ന അഭിപ്രായമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. റിട്ടയർഡ് ആയിരിക്കുന്ന ഈ സൈനിക ഉദ്യോഗസ്ഥരും ഏറെക്കുറെ ഇത്തരം കാര്യത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ സെൻകുമാറിൻ്റെ നിലപാട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പറയുന്ന കാര്യം, മറ്റൊരു കാര്യം കൂടി പ്രധാനമായ രീതിയിൽ അത് പരാമർശിച്ച് പോകുന്നുണ്ട്. മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുള്ള കേരളത്തിലാണ് 2,000 കോടി രൂപ മദ്രസ അധ്യാപകർക്ക് നൽകുന്നത്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഉള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത സംഭവം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അതേവിടെ ചെയ്തിരിക്കുന്നത്. മണ്ണ് വാരി തിന്നുന്ന ഏത് കുട്ടികളാണ് കേരളത്തിലുള്ളത്? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ? മാധ്യമമായിട്ടോ മീഡിയകളായിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടോ? രാഷ്ട്രീയക്കാരും പല ഘട്ടങ്ങളിലും ഈ സാമൂഹ്യപരമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് അത് ഇലക്ഷൻ സമയത്തെങ്കിലും പുറത്ത് പറയാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ഒരു വ്യക്തിയോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുണ്ട് എന്ന പരാമർശം നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല.
ഇനി രാജ്യത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് പട്ടിണി കിടക്കുന്ന, ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് മണ്ണ് വാരി തിന്നുന്നവരുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സാഹചര്യങ്ങളും ഈ ഒരു അവസ്ഥയും ഉള്ളതായിരിക്കുന്ന റിപ്പോർട്ട് ഇതിനകത്ത് പുറത്ത് വന്നിട്ടില്ല. മുൻപൊക്കെ ഒരു 10-20 വർഷം മുമ്പൊക്കെ സുഡാൻ പോലെയുള്ള, സോമാലിയ പോലെയുള്ള രാജ്യത്തൊക്കെ ഇത്തരം ഒരു പ്രവൃത്തി നടത്തിയതായിട്ട് റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് മണ്ണുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉണക്കിയിട്ട് പിന്നീട് അത് പൊട്ടിച്ച് കഴിക്കുന്ന രീതി, അത് പ്രത്യേക തരത്തിലുള്ള ഒരു മണ്ണാണ്, ചളിമണ്ണ് പോലെയുള്ളത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതായിട്ട് അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അത് രാജ്യത്തിൻ്റെ പുറത്താണ്, അതല്ലാതെ രാജ്യത്തിൻ്റെ അകത്ത് അത്തരം സംഭവം, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇനി കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലോ ആ ഗ്രാമത്തെ ദത്തെടുക്കാൻ, ആ കുടുംബത്തെ ദത്തെടുക്കാൻ, ആ വ്യക്തിയെ ദത്തെടുക്കാൻ, ആ പ്രദേശത്തെ ദത്തെടുക്കാൻ കേരളത്തിലെ വ്യവസായികളും സമ്പന്നരും യഥാർത്ഥത്തിൽ വരി നിന്ന് വാശി പിടിച്ചുകൊണ്ട് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധേയമായിക്കൊണ്ട് സൗദി അറേബ്യയിൽ ഒരു കക്ഷി കടന്ന സമയത്ത് ഈ സംസ്ഥാനത്തൊട്ടുക്കുമാണ് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏകദേശം 43 കോടി രൂപയോളം പിരിച്ചെടുത്ത്. വളരെ പെട്ടെന്നാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള സാമൂഹ്യ അന്തരീക്ഷം ഈ ഐക്യപ്പെടലുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെയോ വിഭിന്നത പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയില്ല. കാരണം വെച്ചാൽ ഒമാൻ്റെ ജയിലിൽ ഒരു ഹിന്ദു സഹോദരിയാണ് വധശിക്ഷയ്ക്ക് വിധേയമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിലിടപെട്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമല്ല, അദ്ദേഹത്തിൻ്റെ ജാതിയല്ല, ആശയമല്ല, ഒരിക്കലും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അത്തരം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പോലും അദ്ദേഹം ഇടപെടുന്നു. ആ ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്താണ്. ഒരു മതേതരത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന പരാമർശം അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പോലും ഉപയോഗിച്ചത് അന്നത്തെ ദിവസമാണ്. അപ്പോൾ യമനിൽ അദ്ദേഹവുമായിട്ട് പരിചയമുള്ള പണ്ഡിതനുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ടെങ്കിലും വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റി നിർത്തി എന്ന് പറയാൻ നിസ്സാര സംഭവമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇടപെടുന്ന രീതി കാര്യങ്ങളൊക്കെ പലതിലും, ഒരു കാര്യത്തിലൊന്നല്ല, പലതരത്തിലും പല രീതിയിലും ഇവിടുത്തെ സാമൂഹ്യ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാരെല്ലാം പ്രശ്നത്തിലൊക്കെ ഇടപെടാറുണ്ട്. അങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ചെറുതായിട്ട് ലഘൂകരിച്ചുകൊണ്ട് മാറ്റപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നടക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വിഭിന്നമായത് ഇല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനം ഒരു മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അതെന്ത് ചെയ്യണം, അത് നിയമസഭയിൽ പാസ്സാക്കിയിട്ട് നിയമവ്യവസ്ഥ ഉണ്ടാക്കണം. എന്നിട്ട് ബജറ്റിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വരണം. അതിന് കാരണങ്ങളുണ്ട്. കേരളം മുഴുവൻ ഇളകി മറിയല്ലോ. മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അടങ്ങി നിൽക്കുന്നവരാണോ കേരളം? ഒരിക്കലുമല്ല. അതൊരിക്കലും സ്വീകരിക്കില്ല. ഒരു ബന്ധങ്ങൾ, ഒരു ബാധ്യതകൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പലതരത്തിലും മദ്രസകൾക്ക്, അതായത് മതപഠനം നടക്കുന്ന ശാലകൾക്ക് കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിൽ വിഹിതങ്ങൾ അനുവദിക്കാറുണ്ട്. ഇത്ര പണം, അല്ല 1 ലക്ഷം, അല്ല 2 ലക്ഷം, അല്ല 10 ലക്ഷം, ഇങ്ങനെ പറഞ്ഞിട്ട് പല ഘട്ടങ്ങളിലായിട്ട് വിഹിതം അനുവദിച്ചു കൊടുക്കും. ഇത് അനുവദിക്കുന്നത് പല കമ്മിറ്റിക്കാരും പല മദ്രസകളും അത് വാങ്ങാറില്ല. അത് നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ അത് തടയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ട് മദ്രസകൾക്ക്, മതപാഠശാലകൾക്ക് ഒരു ബന്ധമുണ്ടാവാൻ പാടില്ല എന്ന് നിർക്കർഷിച്ചിട്ടുണ്ട്. അതിൽ ഇടപെടലുകളുണ്ടാവും. അപ്പോൾ അടുത്ത വർഷം വരുന്ന സമയത്ത് ഞങ്ങൾ പണം നൽകി എന്നതിനാൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം, അതല്ലെങ്കിൽ പുതിയ പുസ്തകം പഠിക്കണം, പുതിയ സിലബസ് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ കൂടുതലായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ പലതിലും ഇടപെടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കും എന്നതിനാൽ മദ്രസകൾ, കമ്മിറ്റിക്കാർ അതിനോട് സഹകരിക്കാതെ നിസ്സഹകരണം കാണിച്ചുകൊണ്ട് ആ പണം വാങ്ങാതിരിക്കുകയാണ് ചെയ്തത്. അതിന് പകരം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പോൾ സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഈ പ്രവർത്തനം പോലെ അല്ലെങ്കിൽ അത്തരം ഒരു പാഠശാലയായിട്ട് മദ്രസയെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പണം കൈപ്പറ്റാത്തത് കൊണ്ട് സാധിക്കും എന്നൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് പണം കണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പോയിട്ട് വാങ്ങുന്ന ഒരു സംവിധാന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്തരം പ്രവർത്തികളൊക്കെ ഇപ്പോൾ സെൻകുമാർ പറഞ്ഞെന്ന് പറയുന്നത് മദ്രസ കുട്ടികൾക്ക്, മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെളിയിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. ഇന്ന മദ്രസയിൽ ഇന്ന അധ്യാപകർക്ക് ഇത്ര വർഷമായിട്ട് ശമ്പളം കിട്ടുന്നു. ഒരു വ്യക്തി അദ്ദേഹം പറയട്ടെ.
അതല്ലെങ്കിൽ മണ്ണ് വാരി തിന്നുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു നാടിനെക്കുറിച്ച് അദ്ദേഹം പറയട്ടെ. നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇതേക്കുറിച്ച് ബോധമില്ലാത്ത, അറിവില്ലാത്ത ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്ന് അങ്ങോട്ട് വിശ്വസിക്കും. അത് അപകട സൂചനയാണ്. അത്തരമൊരു സംഭവം തന്നെ ഉണ്ടാവാനോ അല്ലെങ്കിൽ പറയാനോ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, തെറ്റിദ്ധാരണ ഉണ്ടാകും. എല്ലാവരും ഇത്തരം വലിയൊരു ആൾ പറയുന്ന സമയത്ത്, DGP കാണുന്ന സമയത്ത് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിച്ചാൽ അടുത്ത തലമുറയോടും പറയുന്നത് അതായിരിക്കും. മദ്രസ കണ്ടില്ലേ, സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. അവിടെ വലിയ രീതിയിൽ പട്ടിണി കിടക്കുന്ന സമയത്ത് സർക്കാർ മദ്രസയ്ക്ക് കൊടുക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ സർക്കാർ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും സർക്കാർ പോലും അറിയാത്ത സംഭവമാണ്. അങ്ങനെ സംഭവമേ ഇല്ലാത്തതാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത്തരം ആളുകൾ വലിയ രീതിയിലുള്ള നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച് ഒരു ഈ രാജ്യത്തിലെ നിയമ സംവിധാനത്തിന് വലിയ സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കിയ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം തെറ്റായിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതും, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം അഭിമുഖങ്ങൾ നൽകരുത് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായപ്പെടാൻ ഉള്ളത്.